അമ്മേ എന്തോ എന്തുവാ ഇന്ന് ചീനിയും കൂമ്പും ഒക്കെ ആയിട്ട്? മോളെ ചീനിയും കൂമ്പും കൂടെ ഇന്നൊരു തോരനാ. നല്ല അടിപൊളി വലിയ ചെങ്കലവ കിട്ടിയിട്ടുണ്ട്. അത് ഇന്നൊരു മുളക് കറിയൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഉച്ചയ്ക്കൊന്ന് നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ റെസിപ്പി കണ്ടാലോ? ചീനി എല്ലാം കഴുകിയെടുത്ത് അരിയുന്നുണ്ട് ഇല്ലേ അമ്മേ? അതെ. ഞാൻ ഈ കൂമ്പ് അരിഞ്ഞു കൊടുക്കാൻ പോവാണേ. ചീനി അമ്മ അരിയുന്നതെന്ന് വെച്ചാൽ ചെറുതായിട്ടില്ലേ അമ്മേ? തോരൻ അരിയുന്നത് പോലെ തന്നെ അരിയണം. അപ്പൊ തോരനുള്ള കപ്പ അമ്മ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേണ്ട കൂമ്പും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഉപ്പും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറ പോയില്ലേ അമ്മേ? അതെ. പിന്നെ നല്ല ടേസ്റ്റും ആണ്. ചീനി ആദ്യം വേവിക്കാം, ഇടുക. അപ്പം നമ്മുടെ ചീനി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, ലേശം ഉപ്പും കൂടി ഇടുക. എന്നിട്ട് ഇത് നമ്മൾ വേവിക്കുക. ഇനി നമുക്ക് ഇതിനൊരു അരപ്പുണ്ടാക്കാം. തേങ്ങ ഇടുക, വെളുത്തുള്ളി ഇടുക, കറിവേപ്പില, 2 പച്ചമുളക്. ഇതിൽ കൂടുതൽ വേണമെങ്കിൽ നമുക്കിടാം. ഇത് എരി കുറച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇനി വേണ്ട മഞ്ഞപ്പൊടി, ജീരകപ്പൊടി. ദാണ്ട ചതച്ചെടുത്തിട്ടുണ്ട്. തോരൻ്റെ ചീനി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടപ്പേ വെക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുക. ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക് ഇടുക, ഉള്ളി ഇടുക, കറിവേപ്പിലയും വറ്റൽമുളകും, ഇരിഞ്ഞ് വെച്ചിരുന്ന കൂമ്പിടുക. അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് തത്തിപ്പൊത്തി വെക്കുമ്പം ആവിക്ക് ഇതങ്ങ് വേകും. ചീനി ഇട്ട് ഇനി ആണ്ട് അരപ്പിടുക. ചീനിക്ക് ഉപ്പിട്ടാണ് ഞങ്ങളിത് ഊറ്റിയെടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഈ കൂമ്പിനും ഉപ്പും പിന്നെ വെളിച്ചെണ്ണയും കൂടെ ചേർത്താൽ ഇത് ഞെരടിയെടുത്തത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിന് ഉപ്പിടേണ്ട കാര്യമില്ല, ഇതിന് ഉപ്പുണ്ട്. അപ്പോൾ അടച്ച് വെച്ച് ഇത് നാവിയിൽ വേവിക്കണം. അപ്പോൾ നമ്മുടെ കൂമ്പും കപ്പയും വെന്തിട്ടുണ്ട്. കപ്പയെന്നും പറയും ചീനിയെന്നും പറയും. ഞങ്ങൾ ചീനി എന്നാണ് പറയുന്നത്. ആ ഓർമ്മയല്ലേ എപ്പോഴും വരുത്തുള്ളൂ. അതുകൊണ്ട് റെഡിയായി. എന്തോ റെഡിയായില്ലേ? കൂമ്പും ചീനിയും കൂടെ തോരൻ. അടിപൊളിയാട്ടോ. അപ്പൊ നമ്മുടെ കപ്പയും കൂമ്പും തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാ ചോറുണ്ണാനൊക്കെ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണം. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.